അമേരിക്ക 2025 സെപ്റ്റംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്കയിലെ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ദൈനംദിന ജീവിതത്തെയും യാത്രകളെയും കുടിയേറ്റത്തെയും അടക്കം ബാധിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് സെപ്റ്റംബർ മാസം വഴി തുറക്കുക. സമ്മർ സീസണിന് അവസാനം കുറിക്കുന്ന സെപ്റ്റംബർ മാസത്തെ ഫെഡറൽ അവധികളും പ്രധാന ദിവസങ്ങളുമടക്കം അമേരിക്കയിലെ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ വിശദമായി അറിയാം. സെപ്റ്റംബർ 1 രാജ്യവ്യാപകമായി ലേബർ ഡേ അഥവാ തൊഴിലാളി ദിനം ആചരിക്കും. ഇത് സെപ്റ്റംബർ മാസത്തിലെ ഏക ഫെഡറൽ അവധി ദിനമാണ്. ഈ ദിവസം പലയിടത്തും പരേഡുകളും ഒത്തുചേരലുകളും ഉണ്ടാകാറുണ്ട്. ലേബർ ഡേ കൂടാതെ കാലിഫോർണിയയിലെ അഡ്മിഷൻ ഡേ, പാട്രിയറ്റ് ഡേ തുടങ്ങിയവയും ഉണ്ട്. ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആചരിക്കും. സെപ്റ്റംബർ 15 ഹിസ്പാനിക് പൈതൃക മാസം അല്ലെങ്കിൽ ഹിസ്പാനിക് ഹെറിറ്റേജ് മന്ത് ആരംഭിക്കും. US ചരിത്രത്തെ അടക്കം ഇത് എടുത്തു കാണിക്കുന്നു. സെപ്റ്റംബർ 26 കാലിഫോർണിയ, നെവാഡ തുടങ്ങിയ സംസ്ഥാനങ്ങൾ തദ്ദേശീയ അമേരിക്കൻ ദിനം അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻ ഡേ ആചരിക്കും. ഇത് അമേരിക്കയിലെ തദ്ദേശീയ ചരിത്രത്തെയും അവരുടെ സംഭാവനകളെയും ആദരിക്കുന്നതിനുള്ള ദിനമാണ്. തദ്ദേശീയരുടെ അതിജീവനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന തദ്ദേശീയ അമേരിക്കൻ ദിനം ഗോത്ര ചരിത്രത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ദിവസം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം തങ്ങളുടെ പാരമ്പര്യത്തെ ആധുനിക രീതികളുമായി ബന്ധിപ്പിച്ച് പല പരിപാടികളും നടത്താറുണ്ട്. വേനൽക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ കാലാവസ്ഥ പൊതുവെ നല്ലതായിരിക്കും. അതുകൊണ്ട് പലരും ഈ മാസം യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കാറുണ്ട്. തിരക്ക് കുറവായതുകൊണ്ട് ദേശീയ പാർക്കുകളും ചരിത്രപരമായ സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇത് നല്ല സമയമാണ്. US ടൂറിസ്റ്റ് വിസയുള്ള ഇന്ത്യക്കാർക്ക് അർജന്റീനയിൽ വിസയില്ലാതെ വിനോദസഞ്ചാരം നടത്താനും അവസരമുണ്ട്. US കുടിയേറ്റ നയങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക്, അതായത് വിസ ഉടമകൾ, ഗ്രീൻ കാർഡ് അപേക്ഷകർ, വിദേശ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് സെപ്റ്റംബറിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ വിസ ബുള്ളറ്റിൻ പ്രകാരം തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകൾക്ക് ചില വിഭാഗങ്ങളിൽ ആവശ്യക്കാർ ഏറിയതിനാൽ ഗ്രീൻ കാർഡുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക്. ഫാമിലി സ്പോൺസേഡ് അപേക്ഷകൾ ചില വിഭാഗക്കാർക്ക് ഇപ്പോഴും സ്വീകരിക്കും. എന്നാൽ തൊഴിലടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡുകൾക്ക് ഈ മാസം അവസാനത്തോടെ തടസ്സം വരാൻ സാധ്യതയുണ്ട്. F2A എന്ന വിഭാഗത്തിൽ ഇന്ത്യൻ സ്ഥിര താമസക്കാർക്ക് അവരുടെ ഭാര്യയ്ക്കും ചെറിയ കുട്ടികൾക്കും അപേക്ഷിക്കാം. EB-5 ചില പ്രത്യേക വിഭാഗങ്ങളും അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരും. അപേക്ഷകർ വിസ സംബന്ധിച്ചുള്ള പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും വേണം. വിദേശ യാത്രക്കാർ വിമാനത്താവളങ്ങളിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ അടുത്ത കാലത്ത് പുതിയ സുരക്ഷാ നിയമങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെങ്കിലും പഴയ നിയമങ്ങൾ കർശനമാക്കാൻ സാധ്യതയുണ്ട്. ബയോമെട്രിക് സ്ക്രീനിംഗ് കൂട്ടാനും COVID-19 നിയമങ്ങൾ കർശനമാക്കാനും സാധ്യതയുണ്ട്. ലേബർ ഡേ കാരണം സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പേയ്മെൻറ്റ് തീയതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി സെക്യൂരിറ്റി ഇൻകം സ്വീകർത്താക്കൾക്ക് ഓഗസ്റ്റിൽ 2 പേയ്മെൻറ്റുകൾ ലഭിക്കും. സെപ്റ്റംബറിൽ പേയ്മെൻറ്റുകൾ ഉണ്ടാകില്ല. ആനുകൂല്യങ്ങൾ കൂട്ടുമെന്നുള്ള വാർത്തകളിൽ വാസ്തവമില്ല. ഈ മാസം $600 സപ്ലിമെൻ്ററി സെക്യൂരിറ്റി ഇൻകം അധിക സഹായം ഉണ്ടാകില്ല. വിദേശ വിദ്യാർത്ഥികൾ US പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. സെപ്റ്റംബറിലെ വിസ ബുള്ളറ്റിൻ അനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് വിസ കിട്ടാനുള്ള മത്സരത്തെ കടുപ്പമാക്കും. ഇത് വിസ കിട്ടാനുള്ള കാലതാമസത്തിനും കാരണമാകും. വിദ്യാർത്ഥികൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും വിസ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. കൂടാതെ വിസ നടപടികൾ വൈകാനും സാധ്യതയുണ്ട്. ഈ സെപ്റ്റംബറിൽ നാടുകടത്തൽ പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഴയ നിയമങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നടപ്പാക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ ശ്രദ്ധിക്കാനാണ് സാധ്യത. അമേരിക്കൻ വിസ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന മാറ്റം സെപ്റ്റംബർ 2 മുതൽ പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 2 മുതൽ അമേരിക്ക ഡ്രോപ്പ് ബോക്സ് വിസ പുതുക്കൽ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതോടെ മിക്ക വിസ അപേക്ഷകർക്കും നേരിട്ടുള്ള ഇൻ്റർവ്യൂ നിർബന്ധമാകും. സുരക്ഷ വർദ്ധിപ്പിക്കാനും അപേക്ഷകരെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കാനുമാണ് ഈ മാറ്റം. ഇത് H-1B, L വിസ, വിദ്യാർത്ഥി വിസകൾ എന്നിവയെ ബാധിക്കും. പഴയ നിയമം അനുസരിച്ച് ചില വിസകൾക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് പുതുക്കാമായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ മിക്ക ആളുകളും കോൺസുലർ ഓഫീസറെ നേരിട്ട് കാണേണ്ടി വരും. വിസ ഇൻ്റർവ്യൂവിനുള്ള കാത്തിരിപ്പ് സമയം കൂടുതലുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.